കാസർകോട്ടെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കേസിൽ പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്ന് സംശയമുണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് പ്രതികളുമായി ഒത്തുകളിച്ചു എന്നുവരെ ആരോപണമുണ്ട്. വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, 2017 നടന്ന സംഭവമാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? അതായത് കൃത്യമായി പ്രോസിക്യൂഷൻ തെളിവുകൾ ഉൾപ്പെടെ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചു. പക്ഷേ ഒടുവിൽ വിധി വന്നപ്പോൾ അതിനെതിരായി പ്രോസിക്യൂഷൻ വിചാരിച്ചതിനെതിരായുള്ള ഒരു വിധിയാണ് വന്നത്. മുഴുവൻ കുറ്റവാളികളെയും വെറുതെ വിടുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒറ്റ വരിയിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും വിധിപ്പുറപ്പ് വന്നതിന് ശേഷം കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള വീഴ്ചകളാണ്, ഇല്ലെങ്കിൽ തെളിവുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും അഭാവമുണ്ടായ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ വിധിപ്പുറപ്പ് പൂർണ്ണമായി ലഭിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലാവുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇത് ഏകപക്ഷീയമായ വിധിയാണെന്നുൾപ്പെടെയുള്ള ഇത് നടന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയത്. വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെയും ഒപ്പം ഇത് പങ്കുവെക്കുന്നവർക്കെതിരെയും കർശനമായ നടപടിയെടുക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്നുള്ള അറിയിപ്പ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രാദേശികമായുള്ള ചേരിതിരിവിനും അനുവദിക്കില്ല എന്നാണ് പോലീസ് നിലപാട്. ഈ കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് വലിയ തോതിലുള്ള സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. നിരീക്ഷണവും നടത്തുന്നുണ്ട്. പ്രവിത, കാസർകോട്ടെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.